വിശദമായ നാട്ടുവർത്തമാനത്തിലേക്ക്. പുനലൂരിൽ പോക്സോ കോടതി യാഥാർത്ഥ്യമായി. പുനലൂരിൽ ഉൾപ്പെടെ കേരളത്തിൽ 28 പോക്സോ കോടതികൾ പ്രവർത്തനം ആരംഭിക്കും. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾക്ക് കാലതാമസം നേരിടാതെ തീർപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ നിശ്ചിത സമയത്തിനകം തീർപ്പ് കൽപ്പിക്കാനുള്ള ശുപാർശയെ തുടർന്നാണ് പുനലൂർ ഉൾപ്പെടെ കേരളത്തിൽ 28 പോക്സോ കോടതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. പുനലൂർ കോർട്ട് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ പോക്സോ കോടതിയുടെ സമർപ്പണം ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദ് ഓൺലൈനായി നിർവഹിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കോടതികൾ ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം തുടങ്ങിയ കോടതി സമുച്ചയത്തിന്റെ പണികൾ പൂർത്തിയായെന്ന് മന്ത്രി കെ രാജു അറിയിച്ചു. ജില്ലാ ജഡ്ജി എൻ ഹരികുമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അഡ്വക്കേറ്റ് എച്ച് രാജീവൻ, പുനലൂർ RDO ബി ശശികുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 പുനലൂർ. PPE കിറ്റും മാസ്കും അണിഞ്ഞ് മോഷണം നടത്തുന്ന കള്ളൻ പയ്യോളി പോലീസിന്റെ പിടിയിലായി. ആളെ തിരിച്ചറിയാതിരിക്കാനാണ് PPE കിറ്റ് ധരിച്ചത്. ഇരുട്ടി സ്വദേശി കാക്കയങ്ങാട് മുബഷീറാണ് പിടിയിലായത്. പയ്യോളിയിലും കൊയിലാണ്ടിയിലും സമീപകാലത്തെ നിരവധി മോഷണങ്ങളിൽ പ്രതിയായ ഇരുട്ടി സ്വദേശി മുബഷീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോവിഡ് കാലത്താണ് ഇയാൾ കൂടുതലായും മോഷണം നടത്തിയത്. PPE കിറ്റും മാസ്കും അണിഞ്ഞാണ് മോഷണങ്ങൾ. പയ്യോളിയിലെ ഇലക്ട്രോണിക് ഷോപ്പിലും തച്ചൻകുന്നിലെ കടകളിലും ഇയാൾ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. PPE കിറ്റ് ധരിച്ചുകൊണ്ട് ഒന്നും അടയാളങ്ങളില്ലാതെയായിരുന്നു അതിനകത്ത് പ്രവേശിച്ചത്. അതിൽ ആ 2 മണിക്കൂർ വീഡിയോ ഞങ്ങൾ വിശദമായിട്ട് സ്ക്വാഡ് വരെ ഇരുന്നിട്ട് പരിശോധിച്ചതിൽ 3 കാര്യങ്ങളാണ് മനസ്സിലായത്. അതിലൊന്ന് അവന് ചെരുപ്പ് കാണാനുണ്ടായിരുന്നു, അതുപോലെ താടി ഉണ്ടെന്ന് മനസ്സിലായി, പിന്നെ അവൻ്റെ ഒരു ചെരിവും. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചുള്ള ആളെ അന്വേഷിച്ചതിലാണ് ഈ ഒരു കള്ളനിലേക്ക് എത്തിപ്പെടുന്നത്. അടുത്തിടെ പയ്യോളിയിൽ നിരവധി കടകളിൽ മോഷണം നടന്നിരുന്നു. ഇതോടെ വ്യാപാരികൾ കടുത്ത ആശങ്കയിലായിരുന്നു. കള്ളനെ പിടികൂടിയതോടെ നാട്ടുകാരും വ്യാപാരികളും പോലീസിനെ അഭിനന്ദിക്കാൻ എത്തി. പയ്യോളി പോലീസിൻ്റെ ക്രിയാത്മക നടപടി മൂലം സുരക്ഷിതത്വം ഞങ്ങൾക്ക് വളരെയധികം തോന്നുന്നു. ഈ കള്ളനെ, ഈ മോഷ്ടാവിനെ അവരെ ചുരുങ്ങിയ സമയം കൊണ്ട് പിടിക്കുകയും ഞങ്ങളെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. മാനന്തവാടിയിലും പയ്യന്നൂരിലും കൊയിലാണ്ടിയിലും സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ട്. മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന കടകൾ കുറേ ദിവസം നിരീക്ഷിച്ച ശേഷമാണ് മോഷണം നടത്തുന്നത്. CCTVയിൽ തിരിച്ചറിയാതിരിക്കാനും അസമയത്ത് മറ്റുള്ളവർ സംശയിക്കാതിരിക്കാനുമാണ് മുബഷീർ PPE കിറ്റ് ധരിക്കാറുള്ളത്. പ്രതിയെ കടകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 വടകര. KSEBയുടെ സൗരപുരപ്പുറ സോളാർ പദ്ധതിയുടെ പുനലൂർ മേഖലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പുനലൂർ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് ഓഫീസിന് മുകളിൽ സ്ഥാപിച്ച നിലയത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. സംസ്ഥാനത്തെ വൈദ്യുത മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഊർജ്ജ കേരള മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമാണിത്. ഊർജ്ജോൽപാദനം, ഊർജ്ജ സംരക്ഷണം എന്നിവയിൽ പുരോഗതി കൈവരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫിലമെന്റ് രഹിത കേരളം, ദ്യുതി 2020, ട്രാൻസ്ഗ്രിഡ് 2.0, ഇസേഫ് എന്നിവയാണ് KSEB നടപ്പിലാക്കി വരുന്നത്. വനമന്ത്രി കെ രാജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ RPL ഹെഡ് ഓഫീസിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലയത്തിന് 10 കിലോവാട്ട് ഉൽപാദനശേഷിയാണുള്ളത്. ഒരു മാസത്തിൽ ശരാശരി 1200 യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. KSEB മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സൗര ഫേസ് 1 പ്രോജക്റ്റാണ്. ഫേസ് 1 പ്രോജക്റ്റ് അതിൻ്റെ ആദ്യ 1ാം ഘട്ടമായിട്ടുള്ള 46.5 മെഗാവാട്ടിൻ്റെ പദ്ധതി അതാണ്ട് 210 കോടി രൂപ മുതൽ മുടക്കിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു പ്രോജക്റ്റ്. പുനലൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജിനാഥ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സന്തോഷ് കുമാർ, RPL പേഴ്സണൽ മാനേജർ ബാബുരാജ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 പുനലൂർ. വർഷങ്ങളായി വൈദ്യുതിയില്ലാതെ ദുരിതത്തിൽ കഴിഞ്ഞ കോന്നി ആവണിപ്പാറ ആദിവാസി കോളനിയിൽ വെളിച്ചമെത്തി. 1.5 കോടി മുടക്കി വനത്തിലൂടെ ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചാണ് കോളനിയിൽ വൈദ്യുതി എത്തിച്ചത്. അരുവാപ്പുറം പഞ്ചായത്തിലെ 5ാം വാർഡായ ആവണിപ്പാറ ആദിവാസി കോളനി വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. 33 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. വർഷങ്ങളായി വൈദ്യുതിയില്ലാതെ ദുരിതത്തിലായിരുന്ന കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്നത് വെല്ലുവിളിയായിരുന്നു. 1.5 കിലോമീറ്ററോളം വനത്തിലൂടെ ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചാണ് ആവണിപ്പാറയിൽ വൈദ്യുതി എത്തിച്ചത്. പട്ടികവർഗ വകുപ്പിൽ നിന്ന് അനുവദിച്ച 1.57 കോടി ചെലവഴിച്ചാണ് കോളനിയിൽ വൈദ്യുതി എത്തിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ കോളനിയിൽ എത്തുമ്പോൾ ഈ കോളനിയിലെ മോശപ്പെട്ട അവസ്ഥയും വൈദ്യുതി ഇല്ല എന്ന അവസ്ഥയും എല്ലാം ബോധ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് കേരളത്തിൻ്റെ പട്ടികജാതി പട്ടികവർഗ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോളനിയിൽ വൈദ്യുതി അനുവദിക്കുന്നതിന് വേണ്ടി പണം അനുവദിച്ചത്. കോളനിയിലെ 33 കുടുംബങ്ങൾക്കും ഇവിടെ പ്രവർത്തിക്കുന്ന അംഗനവാടിക്കുമാണ് കണക്ഷൻ നൽകിയത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വൈദ്യുതി ലഭിച്ചതിൽ കോളനിവാസികളും സന്തോഷത്തിലാണ്. ഇത്രയും കാലം ഞങ്ങൾ 80 കൂടുതൽ ആയി. 80 കൊല്ലമൊക്കെ കഴിഞ്ഞു. ഒത്തിരി കൊല്ലം. ഈ തെങ്ങിൻ്റെ അത്ര വയസ്സായി. അതിന് കറണ്ട് ഇപ്പോഴാണ് കിട്ടിയത്. അത് കിട്ടിയതിന് ഞങ്ങൾക്ക് നല്ലത്. കോളനിക്കുള്ളിൽ 35 തെരുവ് വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോന്നി. തിരുവനന്തപുരം വെള്ളറട കരിമരം കോളനി വാസികളോട് അധികൃതർക്ക് അവഗണന. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ വീടുകളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഇവർ. വെള്ളറട അഞ്ചുമരം കാല കരിമരം കോളനിയിൽ 180 കുടുംബങ്ങളിലായി 500-ലധികം പേരുണ്ട്. 30 വർഷം മുമ്പ് 4 സെന്റ് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇവർക്ക് വീട് ലഭിച്ചത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മാണത്തിനോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. നമുക്ക് 30,000 രൂപ കിട്ടിയിട്ട് കിട്ടിയത് തന്നെ അതിനാണ് നമ്മൾ ഇത്രയും ശരിയാക്കി വെച്ചത്. ഇത് എപ്പോഴാണ് തറയിൽ വരണം, മൂട്ടിൽ വരണം എന്നുള്ള കാര്യം അറിഞ്ഞത്. ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യം ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടില്ല. എല്ലാവരും നിർധനരായ അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ അല്ലെങ്കിൽ മക്കളില്ലാത്തവർ അല്ലെങ്കിൽ മക്കൾ ഉപേക്ഷിച്ചവർ ഇങ്ങനെയുള്ളവരാണ് ഈ വീടുകളിൽ താമസിക്കുന്നത്. അത്ര പെട്ടെന്ന് വയ്യാതായി ഒരാൾക്ക് എടുത്തുകൊണ്ട് നടന്നു പോകാൻ പോലും പറ്റാത്ത വഴിയാണ് ഇവിടെ കൂടെയുള്ള വഴി. 5 കിണർ കോളനിയിലുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം ഉപയോഗശൂന്യമായി. ഇതോടെ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങണം. തെരുവ് വിളക്കുകളില്ലാത്തതും ഇവിടത്തുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. വീടുകളുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നിളകി. കോളനി നിവാസികൾക്ക് വാസയോഗ്യമായ വീടൊരുക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വെള്ളറട. ഇടമലക്കുടിയിലേക്കുള്ള പാലം നിർമ്മാണം പൂർത്തിയായി 5 വർഷം പിന്നിടുമ്പോഴും അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ചിട്ടില്ല. കാടിന് നടുവിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാലം ഇപ്പോൾ ആർക്കും പ്രയോജനമില്ലാതെ നാശത്തെ നേരിടുകയാണ്. ഇടമലക്കുടി പഞ്ചായത്ത് രൂപീകരിച്ചതിനു ശേഷം ഏറ്റവും പ്രാധാന്യം നൽകിയത് റോഡ് വികസനത്തിനായിരുന്നു. അതിനായി 10 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. പിന്നീട് കുത്തിറക്കവും കൊടുംവളവുമുള്ള പ്രദേശത്തെ കയറ്റം കുറിക്കുന്നതിനും സമീപത്തുള്ള തോട്ടിലെ വെള്ളമുയരുന്ന സാഹചര്യത്തിൽ മറുകരയെത്തുവാനുമായി പാലം പണി കഴിപ്പിച്ചു. എന്നാൽ പാലം നിർമ്മാണം പൂർത്തിയായി 5 വർഷം പിന്നിടുമ്പോഴും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ വികസനത്തിന് അത്യന്ത ആവശ്യമായ ഒരു ഘടകമാണ് ഗതാഗത യോഗ്യമായ റോഡ്. ഈ റോഡ് ഇതുവരെ പണി പൂർത്തിയാക്കിയിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന പാലം ഏതാണ്ട് 5 വർഷത്തോളമായി ഇതിൻ്റെ പണി പകുതിയിൽ കഴിപ്പിച്ചിട്ടിട്ട് ഈ ഇടമലക്കുടിയുടെ വികസനത്തിന് വേണ്ടിയും അതുപോലെ ആദിവാസി സമൂഹത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി ഒരുപാട് പണങ്ങൾ ദൂർത്തടിക്കുന്ന സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഈ പാലം പണിയുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. റോഡ് നിർമ്മാണത്തിനായി കഴിഞ്ഞ UDF ഭരണകാലത്ത് 10 കോടി രൂപ അനുവദിച്ചെങ്കിലും പലവിധ കാരണങ്ങളാൽ ഇതും എങ്ങും എത്തിയിട്ടില്ല. ഗതാഗത യോഗ്യമായ റോഡില്ലാത്തതിനാൽ ഇടമലക്കുടിയിലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും ഇത് തിരിച്ചടിയായി മാറുന്നു. ന്യൂസ് 18 ഇടമലക്കുടി. തൃശൂർ ചാവക്കാട് റോഡിലെ ഓടയ്ക്ക് മുകളിൽ സ്ലാബ് ഇടാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. തുറന്നു കിടക്കുന്ന ഓടകൾ വീണ് നിരവധി പേർക്കാണ് പരിക്കുപറ്റിയത്. റോഡരികിലെ ഓടകൾക്ക് മേൽമൂടിയില്ലാത്തതാണ് പ്രശ്നം. വിടവുകളിലൂടെ നിരവധി പേർ ഓടയിൽ വീണ് അപകടം സംഭവിച്ചു. ഓട മൂടണമെന്ന ആവശ്യവുമായി നഗരസഭയെ സമീപിച്ചപ്പോൾ പൊതുമരാമത്ത് വകുപ്പിനെ ബന്ധപ്പെടാനായിരുന്നു മറുപടി. പൊതുമരാമത്ത് വകുപ്പാകട്ടെ പരാതി നൽകി കാലങ്ങളായിട്ടും കേട്ടമട്ടില്ല. 2 കൊല്ലമായിട്ട് ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് PWയും കംപ്ലൈന്റുകൾ കൊടുത്തതാണ്. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 2 സ്ലാബുകൾക്കിടയിലെ വിടവിലൂടെ വീണ് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. 50 മീറ്റർ ദൂരമേ സ്ലാബ് ഇടേണ്ടതുള്ളൂ. അപകടക്കെണി ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 ചാവക്കാട്. കാസർഗോഡ് പുത്തിക്ക് അനോടിപ്പള്ളം ഇനി സംരക്ഷണ വലയത്തിലേക്ക്. പ്രവൃത്തി ഉദ്ഘാടനം റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. 5 കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള പള്ളം ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ആകർഷണ മേഖലയാക്കി മാറ്റാനും പദ്ധതിയുണ്ട്. കടുത്ത ജലക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുത്തുങ്കെ അനോടി പള്ളം സംരക്ഷിക്കാൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടം പദ്ധതിയിടുന്നത്. 5 കോടി ലിറ്റർ സംഭരണശേഷിയാണ് മുഖാരികണ്ടത്തെ അനോടി പള്ളത്തിനുള്ളത്. കുളത്തേക്കാൾ വലിയ ജലസംഭരണികളാണ് പള്ളം. 2 ഹെക്ടറിലാണ് അനോടി പള്ളം വ്യാപിച്ചു കിടക്കുന്നത്. നിലവിൽ മാലിന്യം നിക്ഷേപിക്കപ്പെട്ടും മണ്ണിടിഞ്ഞും നാശത്തിന്റെ വക്കിലാണ് ഈ ജലസംഭരണി. മണ്ണും മാലിന്യവും നീക്കി സംഭരണ വേലി കെട്ടി സംരക്ഷിക്കാനാണ് പദ്ധതി. HALന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പള്ളത്തെ ശുചീകരിച്ച് ആവശ്യമായ അത്ര വെള്ളം സംഭരിക്കാൻ കഴിയുന്ന
പ്രദേശത്തിനാകമാനം ചിലപ്പോൾ ആ പഞ്ചായത്തിൻ്റെ വിപുലമായ പ്രദേശത്ത് ആകമാനം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ ഉൾപ്പെടെ സഹായമാവുന്ന ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനോടൊപ്പം കൃഷിക്കുള്ള ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കാനും പദ്ധതിയിലൂടെ സാധിക്കും. ന്യൂസ് 18 കാസർഗോഡ്. കരിപ്പൂർ ചോലമാട് ഉറുവിൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്തിന്റെ 22 ലക്ഷം രൂപയും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ 4 ലക്ഷം രൂപയും ചേർത്താണ് പദ്ധതി പൂർത്തിയാക്കിയത്. നിരവധി കുടുംബങ്ങൾക്കാണ് പദ്ധതി ആശ്വാസമാകുന്നത്. ചോലമാട് നടന്ന ചടങ്ങിൽ പദ്ധതി സമർപ്പണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെറീന ഹസീബ് നിർവഹിച്ചു. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരം. ഇതിന്റെ ഭാഗമായി ജില്ലയിലാകെ സമരം വ്യാപിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ഇടുക്കിയിൽ 10 കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കും. ആദ്യഘട്ടം എന്ന നിലയിൽ രാജാക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് നിരാഹാര സമരം സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ലബോറട്ടറിക്കെതിരെ നടപടി. ഉമ്മന്നൂർ പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം ലാബിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. കൊട്ടാരക്കര വാളകത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബിനെതിരെയാണ് ആരോഗ്യ വിഭാഗം നടപടിയെടുത്തത്. സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ അനുമതി പഞ്ചായത്തിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ലാബ് അധികൃതർ വാങ്ങിയിരുന്നില്ല. PPE കിറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നതിൽ ഉൾപ്പെടെ ഗുരുതര വീഴ്ച ലാബിൽ ആരോഗ്യ വിഭാഗം കണ്ടെത്തി. കൊല്ലത്ത് കാണാതായ യുവതിയെ കണ്ടെത്തി. മൂവാറ്റുപുഴ സ്വദേശിയാണ് അരയ്ക്ക് താഴെ തളർന്ന യുവതിയെ കൊണ്ടുപോയത്. ഫേസ്ബുക്കിലൂടെയാണ് യുവതിയെ 42കാരൻ പരിചയപ്പെട്ടത്. ഇയാൾ നേരത്തെ വിവാഹിതനും 3 കുട്ടികളുടെ അച്ഛനുമാണ്. കൊട്ടിയം പോലീസാണ് യുവതിയെ കണ്ടെത്തിയത്. ഭർതൃപീഡനമേറ്റ് യുവതി മരിച്ചതായി ബന്ധുക്കളുടെ പരാതി. കൊട്ടാരക്കര കരിക്കം സ്വദേശി ആശ ജോർജാണ് മരിച്ചത്. ഭർത്താവ് അരുണിനെതിരെയാണ് യുവതിയുടെ ബന്ധുക്കളുടെ പരാതി. ഓടാനവട്ടം സ്വദേശി അരുണിനെതിരെയാണ് ആരോപണവുമായി ഭാര്യാപിതാവ് ജോർജ് കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ആശാ ജോർജിനെ ഭർത്താവ് അരുൺ ചവിട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് യുവതിയുടെ ബന്ധുക്കളുടെ പരാതി. എന്നെ ചവിട്ടിയതാണ്. അതുകൊണ്ട് ഇവിടെ ടെലസ്കോപ്പ് വെച്ച് ടെസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് വേദന, ഇങ്ങനെ അമർത്താനും നോക്കത്തില്ലായിരുന്നു. പൊളയുന്ന ഒരവസ്ഥയായിരുന്നു. ആശയും അരുണും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു. 11 വർഷം മുൻപായിരുന്നു വിവാഹം. ഇരുവരും തമ്മിൽ വഴക്കിടൽ പതിവായിരുന്നുവെന്നും അരുൺ മദ്യപിച്ചെത്തി ആശയെ പതിവായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും സഹോദരങ്ങൾ പറയുന്നു. അവനും അവന്റെ തള്ളയും ഇതിനകത്തൊരു പങ്കാളിയാണ്. പോലീസ് അധികാരികളും പറയാം, ഇവനെ പിടിച്ച് എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് അഴിയെണ്ണയിക്കണം, പുറലോകം കാണിക്കാത്ത രീതിയിൽ. അവൻ നിരന്തരമായിട്ട് അവളെ മർദ്ദിക്കാറുണ്ട്. അവളെ ചവിട്ടി കൊല്ലുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ്. അതിന് അവൻ ഞങ്ങളുടെ അനിയത്തിയെ കൊന്നതിന് പകരമായിട്ട് അവന് കിട്ടണം. അരുണിന്റെ പീഡനം സഹിക്കവയ്യാതെ കൊട്ടാരക്കര സ്റ്റേഷനിലും വനിതാ സെല്ലിലും പരാതികൾ നൽകിയിരുന്നു. മകൾ ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു, കൊട്ടാരക്കര വെച്ച്, പപ്പ ആരോടും പറയരുത്, പപ്പയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് മറിഞ്ഞു വീണല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മിയന്നൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആശ മരിച്ചത്. തങ്ങളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദിയായ അരുണിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി ഹൈറേഞ്ചിൽ മഴ വീണ്ടും ശക്തമാകുന്നു. കഴിഞ്ഞ 2 ദിവസമായി വിവിധ മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. രാജാക്കാട്, രാജകുമാരി, ചിന്നക്കനാൽ അടക്കമുള്ള പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പൊന്മുടി അണക്കെട്ട് ഇന്നലെ തുറന്നിരുന്നു. അതിർത്തി മലനിരകളോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇന്നലെ മുതൽ ശക്തമായ മഴയാണ്. രാജാക്കാട്, ശാന്തൻപാറ, പൂപ്പാറ, ചിന്നക്കനാൽ, രാജകുമാരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ രേഖപ്പെടുത്തി. പുഴകളിലെ നീരൊഴുക്കും വർദ്ധിച്ചു. അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയർന്നു. ഇതോടെ പൊന്മുടി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്നിരിക്കുകയാണ്. മഴ ശക്തമായി തുടർന്നാൽ മറ്റ് ചെറുകിട അണക്കെട്ടുകളും തുറക്കേണ്ടി വരും. ഇടുക്കി അണക്കെട്ടിൽ 86% ജലനിരപ്പ്. കുണ്ടള അണക്കെട്ടിൽ 93%, മാട്ടുപ്പെട്ടിയിൽ 85%, ആനയിറങ്കൽ ജലാശയത്തിൽ 86% നിലവിലെ ജലനിരപ്പ്. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം തുടരുന്നു.
ഇടുക്കി ജില്ലാ പൈതൃക മ്യൂസിയം നാടിന് സമർപ്പിച്ചു. പൈനാവ് ജില്ലാ പൈതൃക മ്യൂസിയം അങ്കണത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചരിത്രമൂല്യമുള്ള നിരവധി സ്മാരകങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ES ബിജിമോൾ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ യുവ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. മന്ത്രി KT ജലീൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലയിലെ യുവ ക്ലബ്ബുകൾക്കാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ 76 ക്ലബ്ബുകൾക്കാണ് കിറ്റുകൾ നൽകിയത്. കൊണ്ടോട്ടി മയിലാടിയിൽ സാംസ്കാരിക നിലയവും വൃത്തസൗഹൃദ കേന്ദ്രവും തുറന്നു. ലൈബ്രറിയും മറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ടാകും. നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ നാട്ടുകാർ സംഭാവന നൽകി. കേന്ദ്രം നഗരസഭാ കൌൺസിലർ P. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയുമായി ആലക്കോട് ജനമൈത്രി പോലീസ്. ബെൽ ഓഫ് ഫെയ്ത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം ആലക്കോട് ഇൻസ്പെക്ടർ KJ വിനോയ് നിർവഹിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ബെല്ലടിച്ച് അയൽവാസികളോട് സഹായം അഭ്യർത്ഥിക്കാനുള്ള സൗകര്യമാണിത്. മുന്നാക്ക സംവരണത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് MSF, KSU, AIYF തുടങ്ങിയ സംഘടനകളെ സഹകരിപ്പിച്ചാകും പ്രതിഷേധം. മുന്നാക്ക സംവരണത്തിനെതിരായ MSF പ്രചരണ ജാഥകൾക്കും തുടക്കമായി. സർക്കാർ നടപ്പാക്കിയ മുന്നോക്ക സംവരണത്തിനെതിരെ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനയിലെ ചില നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിന് പിന്തുണ നൽകിയ കോൺഗ്രസ് നിലപാട് ചോദ്യം ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള KSU യൂണിറ്റ് കമ്മിറ്റികളും രംഗത്തുവന്നു. സമാന ചിന്തയുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഏകോപിപ്പിച്ച് മുന്നോക്ക സംവരണത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് MSF അറിയിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയത്തോട് സമീപിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി സംഘടനകൾ, വിദ്യാർത്ഥി ചിന്തകളുള്ള ആളുകൾ, അവരെല്ലാം ചേർത്ത് വെച്ച് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാനാണ്. സംസ്ഥാന വ്യാപകമായി ജില്ലാടിസ്ഥാനത്തിൽ MSF സമരജാഥകൾ നടക്കുകയാണ്. പിന്നോക്ക സമര മുന്നണി രൂപീകരിക്കുമെന്നും MSF നേതാവ് പറഞ്ഞു. മുന്നോക്ക സംവരണത്തിനെതിരെ കടുത്ത നിലപാടുമായി ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയ മുസ്ലിം ലീഗ് കോൺഗ്രസ് തിരിഞ്ഞു നിന്നതോടെ നിലപാട് മയപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഇനി കാർഷിക കേരളം. ചാത്തന്നൂർ SN കോളേജിലെ കുറ്റിപ്പയർ കൃഷി വിളവെടുത്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു കൃഷി. SN കോളേജിലെ നേച്ചർ ക്ലബ്ബും കൃഷി വകുപ്പുമായി സഹകരിച്ചാണ് കൃഷി ഇറക്കിയത്. ഇതിനായി 10 ഏക്കറോളം തരിശുഭൂമി കൃഷി യോഗ്യമാക്കി. കൃത്യമായ പരിപാലനം ലഭിച്ചതോടെ മികച്ച വിളവ് ലഭിച്ചു. കുറ്റിപ്പയറിന്റെ വിളവെടുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. സുഭിക്ഷ കേരളം എന്ന പരിപാടി രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് ചാത്തന്നൂർ SN കോളേജിലെ ഈ കാണുന്ന മനോഹരമായ നിലയിലുള്ള ഈ കൃഷി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ഈ വിജയം. അപ്പോൾ തുടർന്നും കൃഷി ചെയ്യാൻ വേണ്ടി ആവശ്യമായ എല്ലാ സഹായങ്ങളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുണ്ടാവും. കൃഷി വിജയമായതോടെ പച്ചക്കറി, മരച്ചീനി, വാഴ തുടങ്ങിയ വിളകൾ കൂടി കൃഷി ചെയ്യാനാണ് തീരുമാനം. കോളേജിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ MS ലത, ചിറക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TR ദീപു, മുൻ MLA N അനിരുദ്ധൻ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ചാത്തന്നൂർ. ശാസ്ത്രീയ കൃഷിരീതികളിലൂടെ ശ്രദ്ധേയനാവുകയാണ് അടിമാലി സ്വദേശി CS രജികുമാർ. 9 ഏക്കറിലാണ് രജികുമാറിന്റെ കൃഷി. കൃഷിയിടം തട്ടുകളായി തിരിച്ചാണ് കൃഷി. കാപ്പിയും കുരുമുളകും കൊക്കോയും ജാതിയും തുടങ്ങി എല്ലാമുണ്ട്. കൂടാതെ പയറും പാവലും മത്തനും കുമ്പളവും ഉൾപ്പെടെയുള്ള പച്ചക്കറികളും. 60ഓളം ഔഷധ സസ്യങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. സമ്മിശ്ര കൃഷിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പശു ഉണ്ട്, അതുപോലെ കോഴി, ആട്, മീൻ, മുയൽ, ഇങ്ങനെ എല്ലാവിധ കൃഷിരീതികളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അന്യം നിന്ന് പോകുന്ന പല കൃഷികളും അത് നമ്മൾ നിലനിർത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. 11ഓളം ഐറ്റം വാഴകൾ നമ്മൾ ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. വാഴകൾ മാത്രം 13 തരമുണ്ട്. ഇതിനു പുറമെ ആട്, കോഴി, മുയൽ, മത്സ്യം എന്നിവയെയും വളർത്തുന്നു. കാർഷിക രംഗത്തെ വിലത്തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുണ്ടാകുന്ന കൃഷിനാശവും രോഗബാധയുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ് കൃഷി മികച്ച രീതിയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനം. അടിമാലിയിൽ ഫാം ടൂറിസവും കൂടി പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 അടിമാലി.
കാസർഗോഡ് കയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തേജസ്വിനി ഡയറി ഫാം ഞണ്ടാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിന് കീഴിലെ കയ്യൂർ വില്ലേജ് ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംരംഭമാണ് ഡയറി ഫാം നടത്തുന്നത്. വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വിപുലീകരിക്കുന്ന കയ്യൂർ സർവീസ് സഹകരണ ബാങ്ക് പാൽ ഉൽപാദന വിതരണ രംഗത്തേക്കും ചുവടുവെക്കുകയാണ്. 14 കറവ പശുക്കളാണ് ഞണ്ടാടിയിലെ ഫാമിൽ ഇപ്പോഴുള്ളത്. പ്രതിദിനം 180 ലിറ്റർ പാൽ ഇവിടെ അളക്കുന്നുണ്ട്. ഭാവിയിൽ ഡയറി ഫാം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട്. എം രാജഗോപാലൻ MLA ഫാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയുടെയും ഇൻഫാമിന്റെയും ആഭിമുഖ്യത്തിൽ ഉറിയൻ പാടശേഖരത്തിൽ 2ാം ഘട്ട കൃഷിയുടെ വിത്തെറിഞ്ഞു. 5 ഏക്കർ സ്ഥലത്ത് ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി വിത്തെറിയൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റി നൽകി സംസ്ഥാന സർക്കാർ. ഹെക്ടറിന് ഓരോ വർഷവും 2000 രൂപ നിരക്കിലാണ് റോയൽറ്റി നൽകുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നെൽവയലുകൾ രൂപമാറ്റം വരുത്താതെ നിലനിർത്തി സംരക്ഷിക്കുകയും കൃഷിക്കായി തയ്യാറാക്കുകയും ചെയ്യുന്ന ഉടമകൾക്കാണ് ഹെക്ടറിന് ഓരോ വർഷവും 2000 രൂപ നിരക്കിൽ റോയൽറ്റി അനുവദിക്കുന്നത്. നിലവിൽ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകൾ റോയൽറ്റിക്ക് അർഹരാണ്. നെൽവയലുകളിൽ പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എള്ള്, നിലക്കടല തുടങ്ങിയ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നവർക്കും റോയൽറ്റിക്ക് അർഹതയുണ്ട്. നെൽവയലുകൾ തരിച്ചിട്ടിരിക്കുന്ന ഭൂവുടമകൾ ഭൂമി നെൽകൃഷിക്കായി സ്വന്തമായോ മറ്റു കർഷകർ ഏജൻസികൾ മുഖേനയോ ഉപയോഗപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലും റോയൽറ്റി അനുവദിക്കും. ഓരോ സാമ്പത്തിക വർഷവും ഇനി മുതൽ റോയൽറ്റി നൽകും. നിലവിൽ കൃഷി ചെയ്യുന്ന എല്ലാ ഭൂവുടമകളും ഈ ആനുകൂല്യത്തിന് അർഹരാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ, കൃഷി വകുപ്പിന്റെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചാൽ ആ ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ 1 ഹെക്ടർ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ലാഭകരമായിരിക്കും എന്ന ഉറപ്പാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കൃഷിഭൂമി 3 വർഷം തുടർച്ചയായി തരിച്ചിട്ടാൽ പിന്നീട് റോയൽറ്റിക്ക് അർഹതയുണ്ടായിരിക്കില്ല. വീണ്ടും കൃഷി ആരംഭിക്കുമ്പോൾ റോയൽറ്റിക്ക് അപേക്ഷിക്കാം. റോയൽറ്റിക്കുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. കർഷകർക്ക് വ്യക്തിഗത ലോഗിൻ ഉപയോഗിച്ച് സ്വന്തമായോ അക്ഷയ കേന്ദ്രം വഴിയോ അപേക്ഷ നൽകാവുന്നതാണ്. ന്യൂസ് 18 ഗുരുവായൂർ. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ ഇനി ഹരിതാഭമാകും. അഞ്ചൽ പഞ്ചായത്തിന്റെ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ ഫലവൃക്ഷങ്ങളും തണൽമരങ്ങളും നട്ടു. സ്റ്റേഷൻ പരിസരത്ത് കാട് മൂടിക്കിടന്നതും മാലിന്യ കൂമ്പാരമായ പ്രദേശവും ശുചീകരിച്ചാണ് വൃക്ഷത്തൈകൾ നട്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുരേഷിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത വൈശാഖിനും നിവേദിക്കും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ വീടൊരുങ്ങും. വീട് വയ്ക്കാനുള്ള ഭൂമിയുടെ സമ്മതപത്രം ജില്ലാ കളക്ടർ ഇരുവരുടെയും കുടുംബാംഗങ്ങൾക്ക് കൈമാറി. മണലൂരിനടുത്ത കാരമുക്ക് സ്വദേശി വൈശാഖും അമ്മയും അവണിശ്ശേരിയിലെ പുറമ്പോക്കിൽ ചോർന്നൊലിക്കുന്ന കൂരയിലാണ് താമസം. ഇവരുടെ ദുരിതജീവിതം മനസ്സിലാക്കിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. വൈശാഖിനൊപ്പം നിവേദിക്കും വീട് നിർമ്മിച്ചു നൽകും. ചാഴൂർ പഞ്ചായത്തിലെ കുഞ്ഞാലിക്കൽ പ്രദേശത്താണ് ഇരുവർക്കും വീട് വയ്ക്കുന്നതിനായി 3 സെന്റ് വീതം സ്ഥലം നൽകിയത്. വൈശാഖ് കണ്ടശാങ്കടവ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും നിവേദ്യ പെരിഞ്ചേരി AUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. പഞ്ചായത്ത് അനുവദിക്കുന്ന സ്ഥലത്ത് വീടുകൾ നിർമ്മിക്കുന്നതിലേക്കായി സ്പോൺസർമാരെ തേടുകയാണ്. ഉടൻ തന്നെ വീട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ നിലനിർത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള സമ്മതപത്രം ജില്ലാ കളക്ടർ S ഷാനവാസ് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറുന്ന വസ്തുവകകൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അന്യാധീനപ്പെടുത്താനോ കടപ്പെടുത്താനോ അധികാരമില്ലാത്തതിനാലാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ നിലനിർത്തുന്നത്. ന്യൂസ് 18 അന്തിക്കാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.